ഹായ് ഓൾ, ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ MTA മാത്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തുന്ന IOQ എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ മാനുവൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. August 1, 2005 തൊട്ട് July 31, 2012 ഈ ഒരു ഏജിലുള്ളവർക്കാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നെയിം കൊടുക്കുക, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് വിത്തൗട്ട് +91 എന്നുള്ളത് വെച്ചിട്ടാണ് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുമ്പം ഈ കൊടുത്ത മൊബൈൽ നമ്പർ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ OTP വരും. അത് നമ്മൾ ഇവിടെ കൊടുക്കുക. മൊബൈൽ OTP ഇവിടെ കൊടുക്കുക, ഇമെയിൽ OTP കൊടുക്കുക, ദെൻ രജിസ്റ്റർ. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ IOQ എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് അറിഞ്ഞതെന്നുള്ളത് കൊടുക്കുക. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. നിങ്ങൾക്ക് ഈ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ IDയിലേക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പരും വരും. അതിനുശേഷം നിങ്ങൾ പാസ്വേഡ് ആയിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ആവുന്നതായിരിക്കും. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് വരുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ആദ്യം പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് നോട്ട് ഓൾഡർ ദാൻ 6 months എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ JPG PNG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ 10 KB തൊട്ട് 100 KB അതിൻ്റെ സൈസ് അതായിരിക്കണം. അടുത്ത പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്കൂളിലെ ID അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തത്, അതല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ റിപ്പോർട്ട് കാർഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണം സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബർത്ത് ഡേറ്റ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ്, അതായത് ആധാർ കാർഡ്, പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യാൻ നോക്കുക, കാരണം ഇത് ടൈം ഔട്ട് ആയി പോകും. അതിനുശേഷം ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ടിക്ക് ചെയ്യുക. അതിൽ പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പം നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് ഫോമാണ് വരുന്നത്. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ഫസ്റ്റ് നെയിം ഉണ്ട്, മിഡിൽ നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ, നാഷണാലിറ്റി, ഫാദർ, മദർ, ഗാർഡിയൻ നെയിം അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്യുക, കെയർഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സ്, സ്കൂൾ നെയിം, പിൻകോഡ് എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ അഡ്രസ്സ്, അല്ല പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക. ഇപ്പം പെർമനൻ്റ് അഡ്രസ്സും കറൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കറൻറ്റ് അഡ്രസ്സും ഫില്ലായിട്ട് വരും. നെക്സ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ലൊക്കേഷനാണ്. അപ്പോൾ ഇതിൽ ലൊക്കേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ മാപ്പിലേക്ക് പോകും. അതിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇവിടെയും ടിക്ക് ചെയ്യാനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് വരുന്ന സബ്ജക്റ്റ് സെലക്ഷനാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ IOQ ഏത് ലാംഗ്വേജിലാണ് എഴുതുന്നത് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ ഹിന്ദിയും ഇംഗ്ലീഷും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുക്കുമ്പം അതിൽ നിങ്ങളിപ്പം ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രിവ്യൂ ആയിട്ട് വരും. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യുക. സബ്ജക്റ്റ് സെലക്ഷൻ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിവ്യൂ ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫോട്ടോ, സ്കൂൾ ID, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്കൂൾ ഫീ റെസിപ്റ്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ റിപ്പോർട്ട് കാർഡ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ആധാർ കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതിൽ ഈ മൂന്നെണ്ണം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ആണെങ്കിൽ 10 KB, 100 KB ഈ ഒരു സൈസിലായിരിക്കണം വരേണ്ടത്. സ്കൂളിലെ ID കാർഡ് ആണെങ്കിൽ 50 KB തൊട്ട് 250 KB വരെയുള്ളതിൽ വരിക സൈസ്. നെക്സ്റ്റ് ആധാർ കാർഡ്, പാസ്പോർട്ട്, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 50 KB തൊട്ട് 250 KB വരെയാണ് സൈസ് വരുന്നത്. അതിനുശേഷം അതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സെൻറ്റർ ആണ് വേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. IOQ എക്സാം എഴുതാനുള്ള സെൻറ്റർ സെലക്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ നിങ്ങളുടെ സ്റ്റേറ്റ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, സിറ്റി കൊടുക്കുക, സെൻറ്റേഴ്സ് ഏതാണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ വരുന്നത് സെൻറ്റർ പ്രിഫറൻസിലേക്കാണ്. അതിലിവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച സെൻറ്റർ നമുക്ക് എടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിവിടെ സെൻറ്റർ പ്രിഫറൻസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏത് സെൻറ്ററാണ് വേണ്ടതെന്നുള്ളത് ഫസ്റ്റ് പ്രിഫറൻസിൽ കൊടുക്കുക, സെക്കൻഡ് ഏതാണ് വേണ്ടതെന്നുള്ള സെക്കൻഡ് പ്രിഫറൻസ്,
തേർഡ് ഏതാണ് വരേണ്ടതെന്നുള്ള തേർഡ് പ്രിഫറൻസിൽ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നെക്സ്റ്റ് പേജിലേക്ക് വരുന്നത് നമ്മൾ ഇത്രയും കൊടുത്ത സെൻറ്റർ ഡീറ്റെയിൽസ്, അതായത് സെൻറ്റർ ഏതാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളതിൻ്റെ പ്രിവ്യൂ ആണ് വരുന്നത്. അതിനുശേഷം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് സെക്ഷനിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും. അതിൽ നിങ്ങൾ എങ്ങനെയാണ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പർ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾ പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എമൗണ്ട് പേയബിൾ എന്നുള്ളിടത്ത് എത്ര രൂപയാണ് അടയ്ക്കാനുള്ളതെന്നുള്ളത് വരും. അതിനുശേഷം പേ ചെയ്യാം. പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വിൻഡോയിൽ കാണാൻ പറ്റും. രജിസ്ട്രേഷൻ നമ്പർ കാണാം, നിങ്ങളുടെ പാസ്വേഡായിട്ട് നിങ്ങൾ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് കാണാം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. നിങ്ങൾ IOQM കൊടുത്ത ലാംഗ്വേജ് അതും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ MTAയുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ IDയും കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് 12 നമുക്ക് MTAയുടെ IOQM രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ അവസരം ഉപയോഗിക്കുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.